മരക്കച്ചവടക്കാരന്റെ പണം കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ പോക്കറ്റടിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പോക്കറ്റടിച്ച പണം ബാങ്ക് വഴി കൈമാറിയ പൂക്കോട്ടുപാടം ചുള്ളിയോട് സ്വദേശി പെരുമ്പള്ളി മുഹമ്മദ് റാഫിയെയാണ് കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂർ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നായിരുന്നു സംഭവം. മുഖ്യ സൂത്രധാരനായ കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശി ഹുസൈനെ അന്ന് തന്നെ പിടികൂടിയിരുന്നു. സമാനമായ 30ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. റാഫിയും വിവിധ കേസുകളിൽ പ്രതിയാണ്. മരക്കച്ചവടക്കാരന്റെ ഇടത് പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന 1/2 ലക്ഷം രൂപയാണ് പ്രതികൾ അപഹരിച്ചത്. മലപ്പുറത്തേക്ക് പോകുന്നതിനിടെ പണം നഷ്ടപ്പെട്ട ഇയാൾ സംശയം തോന്നി ബസ്സിലുണ്ടായിരുന്ന ഹുസൈനെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ പണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇയാളുടെ ഫോണും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് റാഫിയെ മലപ്പുറത്തു നിന്ന് പിടികൂടിയത്. തുടരന്വേഷണത്തിൽ റാഫിയുടെ അക്കൗണ്ടിൽ സംഭവ ദിവസം പണം എത്തിയതായും ഹുസൈനുമായി ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. SI ഫദൽ റഹ്മാൻ, SCPO മുഹമ്മദ് റാഫി, CPO ബിജു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയ്ക്കൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.